ജയ ഹരിസഞ്ജീവിനി. ഓക്കെ, നമുക്ക് എന്തായാലും ഹരിസഞ്ജീവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പഠിക്കാം. പേര് ദിബേഷ്, വീട് ചാലക്കുടി അടിച്ചില്, 10-14 വർഷം ചെയ്തുകൊണ്ടിരുന്ന ജോലി വയറ് പ്ലംബിംഗ് വർക്ക്, നാർസിംഗ് സ്റ്റാർ അച്ചീവാണ്. നാർസിംഗ് അനുഭവം പരിചയപ്പെടുത്തിയിരുന്നത് അവിടെ എല്ലാവരും ഗ്രേറ്റ് അപ്ലൈൻ സ്റ്റാർ എറണാകുളം ഗിരീഷ് സാറാണ്. ഗിരീഷ് സാറിന് വേണ്ടിയിട്ട് നല്ലൊരു ഗൈഡ് കൊടുക്കാം. ഹരിസഞ്ജീവിനി ഇവിടെ എത്ര കൃഷിക്കാരുണ്ട്? കൃഷി ചെയ്യുന്നവർ എത്ര പേരുണ്ട്? 1, 2. നീ കൃഷി ഇഷ്ടപ്പെടുന്ന ആളുകൾ എത്ര പേരുണ്ട്? നല്ലൊരു ഗൈഡ് കൊടുത്ത്. ബിൻസാറ് പറയും അല്ലെ, കർഷകരെന്തെങ്കിലും കൃഷി ചെയ്താലാണ് നമുക്കൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ കർഷകരാണ് ഹീറോ. അപ്പൊ നമുക്ക് എങ്ങനെ ഓർഗാനിക് ഫാമിംഗ്, ഹരിസഞ്ജീവി എന്ന് പറഞ്ഞത് ഇസ്രായേലി ടെക്നോളജി വെച്ച് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇസ്രായേലി ടെക്നോളജി എന്ന് വെച്ചാൽ എന്താണ്? എത്ര പേർക്ക് അറിയാം ഇസ്രായേലി ടെക്നോളജി എന്ന് വെച്ചാൽ? ഏകദേശം ഇന്ത്യയിൽ 16 ലക്ഷത്തിലധികം കർഷകർ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയാണ് ഒരു പ്രൊഡക്റ്റാണ് ഇത് ഹരിസഞ്ജീവി. നമ്മുടെ കേരളം മുതല് കാശ്മീർ വരെ 16 ലക്ഷത്തിലധികം കർഷകര് പല വിളകൾക്ക് ഉപയോഗിച്ച റിസൾട്ട് കിട്ടിയാണ് ഒരു പ്രൊഡക്റ്റാണ് ഹരിസഞ്ജീവി. ഞാനിന്നിപ്പോ ഇവിടെ വരുമ്പോ രാവിലെ ഒരു 6:30 പോയിട്ട് ഒരു 17 ജാതിക്ക് ഫസ്റ്റ് സ്റ്റേജ് സോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ സ്റ്റേജ് ഡിഫൻഡ് കൊടുത്തു, മൂന്നാമത്തെ സ്റ്റേജ് ഫ്രൂട്ട് സ്പെഷ്യൽ കൊടുത്തു. എന്നിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ 17 ജാതിക്ക് കൊടുത്തായിരുന്നു. തൊട്ടപ്പുറത്തെ പറമ്പില് ഹരിസഞ്ജീവി കൊടുക്കാത്തൊരു പറമ്പുണ്ട്. അപ്പൊ രണ്ടും കൂടി ഡിഫറൻസ് നോക്കി കഴിഞ്ഞപ്പോ നമ്മള് ഹരിസഞ്ജീവി കൊടുത്ത ജാതിങ്ങൾ നിറച്ച് ഇലകള് പച്ചപ്പ് ഇതായിട്ട്, മറ്റേ ജാതികൾ എന്തില്ല, ഇലകളൊന്നും ഇല്ല, ആകെ ഉണങ്ങിയിരിക്കുന്ന മാതിരിയുള്ള ജാതികൾ. അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം. ഗിരിസാർ പറഞ്ഞില്ലേ, ഗിരിസാറിന് കൊടുത്തിട്ടുള്ള റിസൾട്ട്. ഓക്കെ, പക്ഷെ തുടങ്ങിയിട്ടുള്ളൂ, ഇനിയും പല സ്റ്റേജുകൾ കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ഒരു 15 മിനിറ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. അപ്പൊ ഹരിസഞ്ജീവി എന്ന് പറയുന്നത് ഇസ്രായേലി ടെക്നോളജി വെച്ച് വരുന്ന ഒരു വളമാണ്. ഇസ്രായേലിന്റെ 1/3 പോലും വിസ്തൃതി ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. പക്ഷെ അവിടുത്തെ കാലാവസ്ഥ തണുപണിക്ക് -ഡിഗ്രിയിലേക്ക് തണുപ്പ് വൈകിട്ട് വരും. ചൂടണിക്കലോ രാവിലെ സമയങ്ങളിൽ നല്ല ചൂടായിരിക്കുള്ളൂ, 50 ഡിഗ്രിയിലേക്കൊക്കെ ചൂട് വരും. മഴയോ മഴ ഇല്ല. അവിടുത്തെ മണ്ണൊക്കെ ഉണങ്ങിയ മണ്ണാണ്. ശരിക്കും പറഞ്ഞ ഇസ്രായേലിൽ പറഞ്ഞ വിത്തിട്ടാ പോലും മുളക്കില്ല. പക്ഷെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് നമുക്ക് മഴയൊക്കെ ഉണ്ട്, വിത്തിട്ടാ മുളയ്ക്കും. ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ മുളയ്ക്കും. പക്ഷെ ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിൽ പോലും ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും കയറ്റി വിടുന്ന ടെക്നോളജിയാണ് ഇസ്രായേലി ടെക്നോളജി എന്ന് പറയുന്നത്. അതിനെ പറയാം നാനോ ടെക്നോളജി എന്ന് പറയാം. നാനോ ടെക്നോളജി എന്ന് വെച്ചാൽ എന്താ? അല്ല, മുമ്പൊക്കെ നമ്മളൊരു സിനിമ കാണാന്ന് വെച്ചാൽ ഒരു DVD കാസറ്റുകള് എത്ര കാസറ്റ് മാറ്റി ഇടണം സിനിമ കാണണമെങ്കിൽ. പക്ഷെ അല്ല, ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഒരു മൊബൈലിലൊരു മെമ്മറി കാർഡില് എത്ര വേണമെങ്കിൽ സിനിമ കാണാൻ പറ്റും. എത്ര വേണമെങ്കിൽ 500, 1000, 2000 പാട്ട് കേൾക്കാൻ പറ്റും. അതാണ് നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളുടെ ഇവിടുത്തെ കർഷകര് എന്താ പറയാ, ഏക്കർ കണക്കിന് ട്രാക്ടർ ചാണകം കിട്ടുന്ന സ്ഥാനത്ത് ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു 375 ഗ്രാമിന്റെ പാക്കറ്റ് മതി എന്ത് 1/2 ഏക്കർ സ്ഥലത്തേക്ക് ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ നാനോ ടെക്നോളജിയിൽ വരുന്ന വളമാണ് ഹരിസഞ്ജീവി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ നോട്ടീസ് ഇവിടെ ഉണ്ട്, ജസ്റ്റ് ഇവിടെ ബാക്കിലുണ്ട്. ഞാന് പ്രൊഡക്റ്റുകള് നമുക്ക് കാരണം കൊണ്ട് മാത്രമാണ്. ഇപ്പൊ ജൂൺ മാസത്തില് ബിനിസാറ് കഴിഞ്ഞ ജൂണിലാണ് ഹരിസഞ്ജീവിയുടെ MD എന്നൊരു ക്ലാസ് എടുത്തത്. അതിനുശേഷം ഒരുപാട് ആളുകൾ ഉപയോഗിച്ചു. ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ നല്ലൊരു അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. ഇന്ന് ഹരിസഞ്ജീവിനി പൊടി പിടിച്ചു കിടക്കുന്ന പ്രൊഡക്റ്റുകൾ ഇന്ന് പല ഷോപ്പുകളിലും ഇന്ന് ഡിപ്പോയില് പോലും കിട്ടാനില്ല. അത്ര ഡിമാൻഡായി പ്രൊഡക്റ്റുകൾക്ക്. ജാതിക്കായാലും ഒക്കെ നല്ലൊരു എന്താ പറയാ, നല്ല റിസൾട്ട് എന്നുള്ളതാണ്. അപ്പൊ ഹരിസഞ്ജീവിനി ഫസ്റ്റ് വന്ന പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഹരിസഞ്ജീവിനി 4 സ്റ്റേജ് ആയിട്ട് വരുന്നതാണ്. ഹരിസഞ്ജീവിനി നോട്ടീസിലുണ്ട് ഇവിടെ 4 സ്റ്റേജ്. അപ്പൊ 4 സ്റ്റേജ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇസ്രായേലി ടെക്നോളജി എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ അവിടുത്തെ കർഷകര് എപ്പോഴും മണ്ണിലേക്കാണ് വളം കൊടുത്തിട്ടിരിക്കുക. പൂ വരുമ്പോഴും കായ് വരുമ്പോഴും ഇല വരുമ്പോഴും ഒക്കെ മണ്ണിലേക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക.
പക്ഷെ ഇസ്രായേലിലെ ടെക്നോളജി അങ്ങനെയല്ല. ഇലകൾ വരുമ്പോ ഇലകളിലേക്ക് സ്പ്രേ ചെയ്യും, പൂക്കൾ വരുമ്പോ പൂക്കളിലേക്ക് സ്പ്രേ ചെയ്യും, കായ്കൾ വരുമ്പോ കായ്കളിലേക്ക് സ്പ്രേ ചെയ്യും. ഓക്കെ, അപ്പൊ ഫലസഞ്ചിയിൽ നമുക്ക് 4 സ്റ്റേജ് ഉണ്ട്. 4 സ്റ്റേജ്. ഒന്നാമത്തെ സ്റ്റേജ് മണ്ണിലേക്ക് കൊടുക്കുന്നതാണ്. മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാലോ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഹരിസഞ്ചിയിൽ യൂസ് ചെയ്യുന്നത്? അത് ജസ്റ്റ് നമ്മുടെ ഒരു മണ്ണിന്റെ ഘടന എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മണ്ണ്. ശരി, 25% വായു, 25% വാട്ടർ, അതുപോലെ തന്നെ 45% മിനറൽസ്, 5% ഓർഗാനിക് കാർബൺ. ഇതാണ് ശരിക്കും നമ്മുടെ മണ്ണിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കണം മണ്ണ്. പക്ഷെ ഇന്ന് മണ്ണ് എങ്ങനെയാണ്? നമുക്കറിയാം ഏറ്റവും കൂടുതൽ രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പൊ കർഷകർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വളം ഏതാ? NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അപ്പൊ നൈട്രജൻ കിട്ടാൻ വേണ്ടിട്ട് എന്ത് ഇടണം? യൂറിയ ഇടും. യൂറിയയില് 46% യൂറിയ ഉള്ളത്, 46% യൂറിയ ഉള്ളത്. ബാക്കി 54% എന്താ? ക്യാരിയറാണ്. ക്യാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്രോളിയം കെമിക്കൽസ് ആണ്, പോളിമേഴ്സ് ആണ്. അതായത് മണ്ണില് കൃഷി ചെയ്യുന്ന വളം എവിടെ തന്നെ ഉണ്ടാക്കണം? മണ്ണിൽ തന്നെ ഉണ്ടാക്കണം. പക്ഷെ ഇന്ന് മണ്ണിൽ കൃഷി ചെയ്യുന്ന വളം എവിടെ ഉണ്ടാക്കണം? ഫാക്ടറികളിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 54% എന്താണ്? പോളിമേഴ്സ് ആണ്, പ്ലാസ്റ്റിക് ആണ്, പെട്രോളിയം കെമിക്കലാണ്. ഏറ്റവും കൂടുതൽ കർഷകർ ഉപയോഗിക്കുന്നത് യൂറിയ, പൊട്ടാഷ്യം, ഫോസ്ഫറസ് ആണ്. അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ള പോഷകം ചെടികൾക്ക് വേണ്ടത്. അപ്പൊ ഈ 54% ഇതില് പോളിമേഴ്സ് ആണ്, പ്ലാസ്റ്റിക് ആണ്. അപ്പൊ ഈ പ്ലാസ്റ്റിക് മണ്ണിൽ വലിച്ചെറിയുന്നത് എന്താ സംഭവിക്കുക? മണ്ണ് ഹാർഡാവും. മണ്ണ് ഹാർഡായി കഴിഞ്ഞാലോ മണ്ണില് വായുസഞ്ചാരം ഇല്ലാണ്ടാവും, മണ്ണില് ജലസംഭരണ ശേഷി ഇല്ലാണ്ടാവും. ഇപ്പൊ മഴ പെയ്തു കഴിഞ്ഞാലോ, മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളമൊക്കെ കുത്തിയൊലിച്ച് വെള്ളപ്പൊക്കം വരും, മണ്ണിടിച്ചിൽ വരും. ഇന്ന് അല്ലെ 10,000 അടി താത്തിയാൽ പോലും കിണറുകളിൽ വെള്ളമില്ല. അല്ലെങ്കിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാലോ മണ്ണ് വെള്ളം പിടിച്ചെടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങും വെള്ളം. പക്ഷെ ഇന്ന് രാസവളങ്ങൾ ഉപയോഗിച്ചിട്ട് മണ്ണില് വായുസഞ്ചാരം ഇല്ലാണ്ടായി, മണ്ണില് എയർ സർക്കുലേഷൻ ഇല്ലാണ്ടായി. പിന്നെ മാത്രമല്ല മണ്ണില് ജൈവാംശം ഇല്ലാണ്ടായി, മണ്ണില് മൈക്രോ ഓർഗാനിസം, മണ്ണില് സൂക്ഷ്മജീവികളൊക്കെ നശിച്ചു. മണ്ണ് നശിച്ചു. മണ്ണ് നശിച്ചു. അപ്പൊ മണ്ണില് സൂക്ഷ്മ അല്ലെ ഒരു പിടി നല്ലൊരു രാസവളങ്ങൾ ഇടാത്ത മണ്ണ് നമ്മളൊരു കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്നേക്കാളും കൂടുതൽ സൂക്ഷ്മജീവികൾ ഉണ്ടെന്ന് പറയണം. ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി കാണാൻ പറ്റും. അപ്പൊ അതില് കർഷകരെ സഹായിക്കുന്ന ഏറ്റവും അല്ലെ നമുക്കറിയാവുന്ന ഒരു സൂക്ഷ്മജീവിയാണ് ഇത് മണ്ണിര. അല്ലെ മണ്ണിര ഈർപ്പുള്ള സ്ഥലത്താണ് മണ്ണിര ഉണ്ടാവുള്ളൂ. മണ്ണിര ഇവിടെ ഒരു മണ്ണിരനെ പിടിച്ചിട്ട് കഴിഞ്ഞാലോ ആ മണ്ണിര അപ്പൊ ഒന്ന് ചത്തുവോ. അപ്പൊ ഒരു മണ്ണിര എന്താ ചെയ്യണം? മണ്ണ് തിന്നും വിസർജിക്കും, മണ്ണ് തിന്നും വിസർജിക്കും. കമ്പോസ്റ്റാക്കി മണ്ണിനെ കമ്പോസ്റ്റാക്കി തരണം. അപ്പൊ ഒരു മണ്ണിര ചെയ്യുന്ന പ്രവർത്തനമാണ് 15 മെട്രിക് ടൺ മണ്ണ് ഉഴുതു മറിക്കും. അപ്പൊ ഒരു 15 മെട്രിക് ടൺ മണ്ണ് ഉഴുതു മറിക്കണമെന്നുണ്ടെങ്കിൽ 10 ലിറ്റർ ഡീസൽ വെച്ച് ഒരു JCB വെച്ച് പഠിക്കണം. അപ്പൊ ഒരു മണ്ണിര അല്ലെ മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസം ഒരു കർഷകൻ എത്ര ഗുണം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ മേലെയൊക്കെ ഈ രാസവളങ്ങൾ ഉപയോഗിച്ചിട്ട് സംഭവിച്ചാൽ നമ്മുടെ മണ്ണിന്റെ ഘടന പോയി, മണ്ണ് നശിച്ചു. ഇങ്ങനെയുള്ള മണ്ണില് കൃഷി ചെയ്ത് എന്തെങ്കിലും ഉണ്ടാവോ? മണ്ണില് മൈക്രോ ഓർഗാനിസം ഉള്ള മണ്ണിൽ കൃഷി ചെയ്താലാണ്, മണ്ണ് നന്നായാലാണ്. ഇന്ന് കർഷകനെ സംഭവിച്ചത് എന്താ? രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ അറിയാം ഇന്ന് 10 അല്ലെ ഈ തവണ 10 കിലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത തവണയോ കൂടുതൽ ഉപയോഗിക്കണം, കുറച്ച് ഉപയോഗിക്കണം, 20 കിലോ ഉപയോഗിക്കണം. പിന്നെ ഓരോ വർഷം കൂടുന്തോറും കർഷകർക്ക് ചെലവ് കൂടി വരാം. പക്ഷെ ഉത്പാദനം കുറവാണ്. എന്തുകൊണ്ടാണ്? മണ്ണ് നശിക്കുകയാണ്. മണ്ണ് നന്നായി കഴിഞ്ഞാലാണ് ഉത്പാദനം കൂട്ടാനോ ചെലവ് കുറയ്ക്കാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ്. എന്താണ് കർഷകരെ സംബന്ധിച്ച്? ചെലവ് കൂടുതല്, ഉത്പാദനം കുറവ്. പക്ഷെ നമ്മുടെ ഹരിതസഞ്ജീവനി ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മണ്ണിനെ നന്നാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഹരിതസഞ്ജീവനി ഉപയോഗിക്കുമ്പോൾ നടക്കുന്നത്. നമ്മുടെ മണ്ണിന്റെ pH കറക്റ്റ് ആക്കാനും
ഓരോ വർഷം ഉപയോഗിക്കും തോറും മണ്ണ് നന്നായി നന്നായി വരും. അപ്പൊ നമ്മുടെ ഹരിസഞ്ജീവിയുടെ എംഡി പറഞ്ഞൊരു കാര്യം, 3 വർഷം നിങ്ങൾ ഹരിസഞ്ജീവി മണ്ണിൽ ഉപയോഗിച്ച് pH കറക്റ്റ് ആയില്ലെങ്കിൽ, മണ്ണിന്റെ pH കറക്റ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ മുടക്കിയ പൈസ മുഴുവൻ തിരിച്ചുതരാം. അത്ര ഗ്യാരണ്ടിയുള്ള പ്രൊഡക്റ്റാണ് ഹരിസഞ്ജീവി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മുടെ മണ്ണിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മണ്ണില് ഇനി മണ്ണിൽ കുറെ എന്താ പറയാ ബാക്ടീരിയകൾ ഒക്കെ ഉണ്ട്, ബാക്ടീരിയകൾ ഫംഗസുകളൊക്കെ ഉണ്ട്. ഈ ഫംഗസുകളാണ് മൈക്രോ ഓർഗാനിസത്തിന്റെ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ ഈ മൈക്രോ ഓർഗാനിസം നശിച്ചപ്പോ എന്ത് സംഭവിച്ചു? ഈ ബാക്ടീരിയകളും ഫംഗസുകളും വളരാൻ തുടങ്ങി. അപ്പൊ ബാക്ടീരിയകളും ഫംഗസുകളും വളരാൻ തുടങ്ങി കഴിഞ്ഞപ്പോ കീടനാശിനികൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് പല എൻഡോസൾഫാൻ പോലെയുള്ള കീടനാശിനികളൊക്കെ ഉണ്ട് അല്ലെ. നല്ല പച്ചക്കറികളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. എത്രയോ വിഷം അടിച്ച് അല്ലെ വരുന്ന പച്ചക്കറികളൊക്കെ. അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ കഴിച്ച് ആരോഗ്യം ഉണ്ടാവുക? ആരോഗ്യം ഉണ്ടാവില്ല. കൊളസ്ട്രോള്, പ്രഷർ, ക്യാൻസർ അല്ലെ. നമ്മൾ നല്ല ന്യൂട്രീഷൻ ഉപയോഗിക്കുന്നുണ്ട്, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ കൂടി നന്നായി കഴിഞ്ഞാലോ ആർസിക്കാരായിരിക്കുള്ളൂ ഏറ്റവും ഹെൽത്തിയുള്ള, ഇന്ത്യയിലെ ഏറ്റവും ഹെൽത്തിയുള്ള ജനത ആർസിക്കാരായിരിക്കും. ഒരു സംശയം ഇല്ല. അപ്പൊ മണ്ണിനെ നന്നാക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത് ഹരിസഞ്ജീവി ചെയ്യുന്നത്. അപ്പൊ ഹരിസഞ്ജീവിക്ക് വേണ്ടി നല്ലൊരു കൈക്ക് കൊടുക്കാം. ഒരു വരദാനാണ് ആർസഞ്ജീവിക്ക്, ഒരു വരദാനാണ് ഹരിസഞ്ജീവി. അപ്പൊ അതിൽ ഹരിസഞ്ജീവിയിൽ എത്ര പേര് കണ്ടിട്ട്? 4 സ്റ്റേജാണ്. 1, 2, 3, 4 അങ്ങനെ 4 സ്റ്റേജ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് ഹരിസഞ്ജീവിയിൽ 10 പ്രൊഡക്റ്റ് ഉണ്ട്. അതില് ഒന്നാമത്തെ സ്റ്റേജ് മണ്ണിലേക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ മണ്ണിന്റെ pH കറക്റ്റ് ആക്കാനായിട്ട് നല്ലതാണ്. അഗ്രികൾച്ചർ മേഖലയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് pH കറക്റ്റായ മണ്ണിലാണ് കൃഷി ചെയ്ത എന്തുണ്ടാവുള്ളൂ. എന്താണ് pH കറക്റ്റായ മണ്ണില്? മണ്ണിന്റെ pH കറക്റ്റ് ആയാലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളമൊക്കെ ചെടി വലിച്ചെടുക്കുള്ളൂ. അപ്പൊ pH കറക്റ്റ് ആക്കും. പിന്നെ നിങ്ങൾ ഹരിസഞ്ജീവിയുടെ സോയിൽ അപ്ലിക്കേഷൻ, മണ്ണിലേക്ക് അപ്ലിക്കേഷൻ ചെയ്യുന്ന സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കുറെ ഒരു 1-2 ആഴ്ചകൾ കഴിഞ്ഞ് നിങ്ങൾ ആ മണ്ണിലൊന്ന് പോയി കഴിഞ്ഞാൽ മണ്ണ് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ മാത്രല്ല ആ സാധാരണ ചെടികളെ അപേക്ഷിച്ച് ഭയങ്കരമായിട്ട് ഹെയർ റൂട്ട്സ് എന്നാണ്, തലമുടിനാര് പോലെ കുറെ വേരുകൾ. ഇതാണ് ചെടി ഭക്ഷണമാക്കിയിട്ട് ചെടി വേര് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിന്ന് ചാക്കി കടക്കി പോയി നോക്കിയപ്പോ ഈ തലമുടിനാര് പോലെ കുറെ വേരുകൾ ഉണ്ടായിരിക്കും. ഇതാണ് ചെടി ഭക്ഷണം. നന്നായിട്ട് മണ്ണ് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ മണ്ണിൽ വായുസഞ്ചാരം ഉണ്ടാവും, മണ്ണിൽ ജലസംഭരണ ശേഷി ഉണ്ടാവും, നന്നായിട്ട് ഹെയർ റൂട്ട്സ് ഉണ്ടാവാനായിട്ട് സഹായിക്കും. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ pH കറക്റ്റ് ആക്കാനും മണ്ണിനെ നന്നാക്കുന്ന ഒരു പ്രക്രിയയാണ് ഹരിസഞ്ജീവി. സോയിൽ ആപ്ലിക്കേഷനാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത് ചെയ്യുന്നൊരു കാര്യമാണ് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാലോ. പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മള് ഇലകൾ ഉണ്ടായി, രണ്ടാമത്തെ സ്റ്റേജാണ് ഇലകളിലേക്ക്. ഇലകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇലകളിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്യുന്ന ഒരു പ്രക്രിയ. അത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഈ ഒരു നോട്ടീസിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പാക്കിലുണ്ട്, എല്ലാവർക്കും വാങ്ങുന്നത്. നോട്ടീസ് 5 രൂപ വരുന്നുള്ളൂ. ഇത് ഇലകൾ വന്നു കഴിഞ്ഞാൽ ഇലകളിലേക്ക് സ്പ്രേ ചെയ്യും. 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഇലകളിലേക്ക് സ്പ്രേ ചെയ്യാം. ഇലകളിലേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ ഉണ്ടാവുന്ന ഇലകൾ നല്ല വലുപ്പത്തില് വളരും. മാത്രമല്ല ഇലകൾക്ക് നല്ല പച്ചപ്പായിരിക്കും, ഹരിതകം കൂടുതലുള്ള ഇലകളായിരിക്കുള്ളൂ. അപ്പൊ ഇലകൾ നന്നായി കഴിഞ്ഞാൽ ചെടി ഉഷാറായിട്ട് വളരും. എന്താണ് ഇലകൾ നന്നായി കഴിഞ്ഞാൽ ചെടി ഉഷാറായിട്ട് വളരുന്ന പറയാൻ കാരണം? ഇലകളാണ് ഭക്ഷണ പാചകം ചെയ്ത്, പ്രകാശ സംശ്ലേഷണം വഴി ഭക്ഷണ പാചകം ചെയ്ത് ചെടികളുടെ എല്ലാ വേരുകളിലേക്കും എല്ലാ ഭാഗങ്ങളിലേക്കും കൊടുക്കുന്നത് ഇലകളാണ്. അപ്പൊ ഇലകൾ നന്നായി കഴിഞ്ഞാലോ അല്ലെ, പല ചെടികൾക്കും ഇലകൾ മഞ്ഞപ്പാണ് പറയാറില്ല. അങ്ങനെയുള്ള ചെടികളൊന്നും നന്നാവാറില്ല. പക്ഷെ നല്ല പച്ചപ്പുള്ള ഇലകളുള്ള ചെടികളൊക്കെയാ നല്ല ഉഷാറായിട്ട് നല്ല കരുത്തായിട്ട് വളരും. അപ്പൊ രണ്ടാമത്തെ ഇതെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേജ് കൊടുക്കുന്ന ഒരു ചെടി നട്ട് 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. രണ്ടാമത്തെ സ്റ്റേജ് ഇലകളിലേക്ക് കൊടുക്കേണ്ടതോ, ഇലകളിലേക്ക് ചെറുതായിട്ട് ഇലകളൊക്കെ വരുമ്പോൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ശാഖകളൊക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കും. രണ്ടാമത്തെ സ്റ്റേജ് ഇലകളിലേക്ക് സ്പ്രേ ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റേജോ പൂക്കളൊക്കെ വരുമ്പോ പൂക്കളിലേക്ക് സ്പ്രേ ചെയ്യുന്നതോ, പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത്. അപ്പൊ പൂക്കളിലേക്ക് സ്പ്രേ ചെയ്യുമ്പോഴോ ഉണ്ടാവുന്ന പൂക്കള് പെൺപൂക്കളായിട്ട് മാറും. പിന്നെ നമുക്കറിയാം ഈ ചെടികൾക്കൊക്കെ പൂക്കൾ ഉണ്ടാവുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരാം, കീടങ്ങളുടെ ആക്രമണമൊക്കെ വരാം. ശരിക്കും പറഞ്ഞാൽ ഹോർമോൺ ഇംബാലൻസ് പറയും. ഗർഭിണികളായിരിക്കുന്ന ഒരു അവസ്ഥയില് ഹോർമോൺ ഇംബാലൻസ് വരുന്ന പോലെ ഹോർമോൺ ഇംബാലൻസ് വരും. അപ്പൊ ആ സമയത്ത് കാർബണിന്റെയും ഹൈഡ്രജന്റെയും റേഷ്യോ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഓക്കെ ആവും.
ചെടിക്ക് അധികം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരില്ല. നല്ല എന്താ പറയാ രോഗപ്രതിരോധ ശേഷിയായിട്ട് ചെടികൾ വളരും. ഓക്കെ. മൂന്നാമത്തെ സ്റ്റേജ് ചെയ്യുന്നത് പൂക്കള് ഒഴിഞ്ഞു പോവാതെ തടയും. അതേപോലെ തന്നെ ചെടിക്ക് നല്ല രോഗപ്രതിരോധ ശേഷി നൽകും. പിന്നെ ഉണ്ടാവുന്ന പൂക്കൾ പെൺപൂക്കളായിട്ട് മാറാനായിട്ട് ഇത് സഹായിക്കും. മൂന്നാമത്തെ സ്റ്റേജ് സ്പ്രേ ചെയ്യുന്നത്. പിന്നെ നാലാമത്തെ സ്റ്റേജ് അതും 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലേക്കാണ് എർത്തഞ്ചീനി സ്പ്രേ ചെയ്യുന്നത്. നാലാമത്തെ സ്റ്റേജാണ് കായ്കൾ ഉണ്ടാവുമ്പോൾ 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യും. നാലാമത്തെ സ്റ്റേജാണ് കായ്കൾ ഉണ്ടാവുന്ന സമയത്ത് സ്പ്രേ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം കായ്കൾ ഉണ്ടാവുന്ന സമയത്ത് വാഴയായാലും വാഴക്കുല വെട്ടാൻ പോകുമ്പോ ചിലപ്പോൾ 2, 3, 4 കൈയൊക്കെ ഉണ്ടാവുള്ളൂ. ചെടി കായ്കൾ ഉണ്ടാവുമ്പോ കായ്കളിലേക്ക് കൂടുതൽ പോഷകങ്ങൾ കൊടുക്കും, ഇലകളിലേക്ക് കൊടുക്കില്ല. അപ്പൊ ഇലകൾ കരിഞ്ഞു പോകും. ഇലകൾ കരിഞ്ഞു പോയി കഴിഞ്ഞാലോ പിന്നെ ഭക്ഷണം ശരിയായ രീതിയിൽ പാചകം ചെയ്ത് എല്ലാ ഭാഗത്തേക്ക് എത്തിക്കില്ല. അപ്പൊ ഉണ്ടാവുന്ന കായ്കളൊക്കെ ഫസ്റ്റത്തെ വലിപ്പത്തിൽ വരും, പിന്നെ ചെറുതായിട്ട് വരും. അപ്പൊ നാലാമത്തെ സ്റ്റേജ് സ്പ്രേ ചെയ്യുമ്പോൾ പൂക്കളിലേക്കും ഇലകളിലേക്കും കായ്കളിലേക്കും ഒക്കെ ഒരേ രീതിയിൽ അതിന്റെ പോഷകങ്ങൾ എത്തിക്കാനായിട്ട് നാലാമത്തെ സ്റ്റേജ് ചെയ്യുമ്പോൾ സഹായിക്കും. അത് ഹരിതഞ്ചീനി 1, 2, 3, 4 പാക്കറ്റാണ്. അപ്പൊ 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ് ഹരിതഞ്ചീനി സ്പ്രേ ചെയ്യുന്നത്. ഹരിതഞ്ചീനി 4 സ്റ്റേജ് ഉണ്ട്. അപ്പൊ ഇതില് നോട്ടീസ് ഉണ്ട്. നോട്ടീസിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഹരിതഞ്ചീനിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ 4 സ്റ്റേജാണ് വരുന്നത്. ഓക്കെ. അപ്പൊ 4 സ്റ്റേജ്: 1 സോയിൽ അപ്ലിക്കേഷൻ ആണ്, 2 ഇലകൾ വരുമ്പോൾ, 3ാമത് പൂക്കൾ വരുമ്പോൾ, 4ാമത് കായ്കൾ വരുമ്പോൾ, അങ്ങനെ സ്പ്രേ ചെയ്യുന്ന ഇതാണ്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ 4 സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 90%, 99% ചെടികൾക്ക് പ്രത്യേകിച്ച് ഇലമഞ്ഞിപ്പ് അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതൊന്നും ഉണ്ടാവില്ല. ചെടികൾ നല്ല ഉഷാറായിട്ട് വളരും. പിന്നെയാണ് നമുക്ക് വരുന്നത് ഇതിന്റെ കൂടെ സ്പ്രേ ചെയ്യുമ്പോൾ കൊടുക്കുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ട്. സ്പ്രേ മാക്സ് ഉപയോഗിക്കും. സ്പ്രേ മാക്സ് നമുക്കറിയാം ഈ കർഷകരെ സംബന്ധിച്ച് സ്പ്രേ ചെയ്യുമ്പോൾ അതിന്റെ ഗുണം കറക്റ്റായിട്ട് കിട്ടാറില്ല. അപ്പൊ ഇത് ഒരു പശയാണ് സ്പ്രേ മാക്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്പ്രേ മാക്സ് നമ്മള് ഫസ്റ്റ് 2, 3, 4 സ്പ്രേ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കും. അപ്പൊ സ്പ്രേ മാക്സ് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം ചേമ്പിലേല് വെള്ളം വെച്ചായിരിക്കും. ചേമ്പിലേല് വെള്ളം വെച്ചാൽ ആ വെള്ളമൊക്കെ ഒലിച്ചു പോകും. പക്ഷെ അതിന്റെ ഗുണം കിട്ടില്ല. അപ്പൊ സ്പ്രേ മാക്സ് ഉപയോഗിക്കുമ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നത് നന്നായിട്ട് സ്പ്രെഡ് ആവും. 2, 3, 4 അതിന്റെ കൂടെ ചേർക്കാം. ഹരിതഞ്ചീനി നന്നായിട്ട് സ്പ്രെഡ് ആവും. പിന്നെ ഇതൊരു പെൻട്രന്റ് ആണ്, ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ശരിക്കും പറഞ്ഞാൽ അതിനെ അറിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന്റെ എക്സാമ്പിൾ അറിയുന്നുണ്ടെങ്കിൽ നല്ല കട്ട പിടിച്ച ഇതെടുക്കാം, കട്ടയെടുക്കാം, മണ്ണിന്റെ കട്ടയെടുക്കാം. എന്നിട്ട് അതില് 1 മില്ലി സ്പ്രേ മാക്സ് 1 ഗ്ലാസ് വെള്ളത്തിൽ വെച്ചിട്ട് ഒഴിക്കുക. സാധാരണ വെള്ളം എടുത്ത് ഒഴിക്കുക. പക്ഷെ സാധാരണ വെള്ളം മണ്ണുടച്ച് കഴിയുമ്പോൾ അതിനുള്ളിൽ വെള്ളം ഉണ്ടാവില്ല. പക്ഷെ സ്പ്രേ മാക്സ് ഒഴിച്ച വെള്ളമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരെ ശരിക്കും വെള്ളം നനവ് വന്നിട്ടുണ്ട്. അത് ശരിക്കും പെൻട്രന്റ് ആണ്, ഉള്ളിലേക്ക് ഇലകളിലേക്ക് ക്യൂട്ടിക്കില്ലാതെ തുറന്ന് ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അപ്പൊ കർഷകനെ സംബന്ധിച്ച് ആ സ്പ്രേ ചെയ്യുന്നതിന്റെ ഗുണം കറക്റ്റായിട്ട് കിട്ടും. പിന്നെ സ്റ്റിക്കർ പോലെ വർക്ക് ചെയ്യും. നമ്മളിപ്പോ സ്പ്രേ ചെയ്യുന്ന ഇതുകള് 1 മണിക്കൂർ കഴിഞ്ഞ് മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്പ്രേ ചെയ്തതൊക്കെ പോകും. പക്ഷെ സ്പ്രേ മാക്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാലോ 1 മണിക്കൂർ കഴിഞ്ഞാലോ കുഴപ്പമില്ല. അത് ഒരു സ്റ്റിക്കർ പോലെ ശരിക്കും വർക്ക് ചെയ്യും. പിന്നെ സ്പ്രേ ചെയ്യുന്ന കണികളുടെ വലിപ്പം കൂടുതലായിരിക്കും. അപ്പോൾ ബാഷ്പീകരണം കുറയും. സാധാരണ സ്പ്രേ ചെയ്യുന്നതിൻ്റെ അത്രയ്ക്ക് വേണ്ടി വരില്ല സ്പ്രേ ചെയ്യുന്നത്. സ്പ്രേ മാക്സ് പ്രൊഡക്റ്റാണ്. അത് നമുക്ക് സ്പ്രേ ചെയ്യുമ്പോൾ ഉപയോഗിക്കുമ്പോൾ ഏതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് സ്പ്രേ മാക്സ്. ഓക്കെ. ഹരിതഞ്ചീനിയുടെ 2, 3, 4 ആ സ്റ്റേജിന്റെ കൂടെ സ്പ്രേ ചെയ്യാം, സ്പ്രേ മാക്സ് ഉപയോഗിക്കാം. പിന്നെയാണ് നമുക്ക് റാപ്പിഡ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് വരുന്നത്. റാപ്പിഡ് ഇതാണിത്. റാപ്പിഡ് എന്ന് വെച്ചാൽ ഒരു പോളിയോ പോലെ എടുക്കുന്നത്. എന്താണ് പോളിയോ എടുക്കുന്നത്? അസുഖങ്ങൾ വരാതിരിക്കാനല്ല. ഇപ്പൊ നമുക്കറിയാം ചെടികൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ഈ നീരൂറ്റി പിടിക്കേണ്ട കുറെ പ്രാണികൾ, വെള്ളീച്ച കാര്യങ്ങളൊക്കെ. അതൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നീരൂറ്റി പിടിച്ച് ചെടികൾ കംപ്ലീറ്റ് നശിച്ചു പോകും. റാപ്പിഡ് അങ്ങനെയുള്ള പ്രാണികൾക്കൊക്കെ നീരൂറ്റി പിടിക്കുന്ന ടൈപ്പ് പ്രാണികൾക്കൊക്കെ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അത് ശരിക്കും
2 മില്ലി 1 ലിറ്റർ വെള്ളത്തിലാണ് സ്പ്രേ ചെയ്യുക. അപ്പൊ ഹരിസഞ്ജീവിന്റെ 2, 3, 4 അതിന്റെ കൂടെ ഏത് ഉപയോഗിക്കാം? സ്പ്രേ മാക്സ് ഉപയോഗിക്കാം, റാപ്പിഡ് ഉപയോഗിക്കാം. 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കൊടുക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ വേലിക്കുള്ള ചില ഇലകള്, അതുപോലെ തന്നെ ചീമക്കൊന്നയുടെ ഇലയൊക്കെ ഉണ്ടല്ല, ഒരു പ്രാണികളും ഇതൊന്നും തിന്നില്ല. എന്താന്ന് വെച്ചാൽ അതിന്റെ മണോ ടേസ്റ്റ് ഒന്നും അതിന് ഇഷ്ടമില്ല. ഈ നീരുറ്റി പിടിക്കുന്ന ടൈപ്പ് പ്രാണികൾക്ക് ഇഷ്ടമല്ല. ഇതേപോലെ ഒരു 10ലധികം ഈ പച്ച ഇലകൾ എടുത്തിട്ടുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് റാപ്പിഡ് എന്ന് പറയുന്നത്. അപ്പൊ റാപ്പിഡ് അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കീടങ്ങൾ ചാവല്ല ചെയ്യണം. എന്താണ്? കീടങ്ങൾക്ക് ആ തോട്ടം വിട്ട് പോവാണ് ചെയ്യുന്നത്. അതിന്റെ ടേസ്റ്റ് സ്മെല്ല് ഇഷ്ടമല്ലാണ്ട് വരുമ്പോ ആ തോട്ടം വിട്ട് പോകും. കർണാടകയില് ബിൻസാറിന്റെ കൂടെ പോയിപ്പോ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ റാപ്പിഡ് വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഹസ്ബൻഡും ഭാര്യയും കൂടിയും വഴക്ക് കൂടിയപ്പോ ഭാര്യ എന്തെടുത്ത് കുടിച്ചു? റാപ്പിഡ് എടുത്ത് കുടിച്ചു. എന്നിട്ട് പിന്നെ ഇതിന്റെ ആന്റിഡോസ് അറിയണല്ലോ. അപ്പൊ ഷിരോഡ് സാറിനെ വിളിച്ചു ഇതിന്റെ ആന്റിഡോസ് കൊടുക്കാനായിട്ട്. അപ്പൊ ഷിരോഡ് സാർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, ഒന്ന് വയറിളക്കി ഇട്ടാ മതി. അപ്പൊ ഭാര്യ പറഞ്ഞു ഒരു വലിയൊരാളെ കൊല്ലാൻ പറ്റാത്ത സാധനം പ്രാണികളെ കൊല്ലാനായിട്ട് തോട്ടത്തിലടിക്കണം. അപ്പൊ റാപ്പിഡ് എന്ന് പറഞ്ഞാൽ ഒരു ജൈവ കീടപ്രതിരോധി. നമ്മുടെ പ്രകൃതിക്കും കുഴപ്പമില്ല, മനുഷ്യനും കുഴപ്പമില്ല, പക്ഷികൾക്കും കുഴപ്പമില്ല, ഒന്നിനും കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റാണ്. ജൈവ കീട പ്രതിരോധിനിയാണ് റാപ്പിഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ റാപ്പിഡ് നമ്മൾ ഹരിസഞ്ജീവിന് 2, 3, 4 സ്പ്രേ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തുടക്കത്തിലേ തുടങ്ങി 2 മില്ലി അടിച്ചു കഴിഞ്ഞാലോ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ആ കീടങ്ങൾ പിടിക്കുന്ന പ്രാണികളൊന്നും വരില്ല. പക്ഷെ റാപ്പിഡ് അടിച്ചില്ലെങ്കിൽ കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് 5 മില്ലി 7 മില്ലിയൊക്കെ വരെ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ചെലവ് കൂടും. അപ്പൊ ചെലവ് കൂടത്തോളം നല്ലത് തുടക്കത്തിലെ തുടങ്ങി ഉപയോഗിക്കുന്നതാണോ നല്ലത്? തുടക്കത്തിലെ തുടങ്ങി ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ റാപ്പിഡ് ഉപയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് 5 മില്ലി 6 മില്ലിയൊക്കെ 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ മാത്രമല്ല അത് 5 ദിവസം കൂടിയൊക്കെ സ്പ്രേ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. പക്ഷെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തുടക്കത്തിലേ തുടങ്ങി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിലോ ഇലകൾ വരുമ്പോ, പൂക്കൾ വരുമ്പോ, കായ്കൾ വരുമ്പോ, അപ്പൊ പ്രത്യേകിച്ച് ചെടികൾക്കൊന്നും അസുഖങ്ങളൊന്നും വരില്ല. റാപ്പിഡ് അതുപോലെ തന്നെ മീലാപ്പ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് വെള്ളത്തിന്റെ ഇത് 2, 3, 4 അതിന്റെ കൂടെ ഏത് ഉപയോഗിക്കാം? ഹരിസഞ്ജീവിന്റെ 2, 3, 4 അതിന്റെ കൂടെ സ്പ്രേ മാക്സ് ഉപയോഗിക്കാം, റാപ്പിഡ് ഉപയോഗിക്കാം, പിന്നെ മീലാപ്പ് വെള്ളത്തിന്റെ pH കറക്റ്റ് ആക്കാനുള്ള പ്രൊഡക്റ്റാണ്. എന്തിനാണ്? നമ്മുടെ കേരളത്തിലെ വെള്ളത്തിന്റെ pH എന്ന് വെച്ചാൽ pH കറക്റ്റ് അല്ലാത്ത വെള്ളമാണ്. അപ്പൊ 4നും 6നും ഇടയിൽ pH വന്നാലാണ് അത് വെള്ളത്തിന്റെ ശരിയായ pH എന്ന് പറയുന്നത്. pH കറക്റ്റ് ആയിട്ടുള്ള വെള്ളം നമ്മൾ ശരിക്കും അടിച്ചു കഴിഞ്ഞാലാണ് ശരിക്കും കർഷകരെ സംബന്ധിച്ച് ആ സ്പ്രേ ചെയ്യുന്നതിന്റെ ഗുണം കിട്ടുള്ളൂ. അപ്പൊ ഇത് വെള്ളത്തിന്റെ pH കറക്റ്റാണ് പ്രൊഡക്റ്റ്. ഇത് 1/2 മില്ലി ഉപയോഗിച്ചാൽ മതി 1 ലിറ്റർ വെള്ളത്തിലേക്ക്. അപ്പൊ ഹരിസഞ്ജീവിനി 2, 3, 4 അതിന്റെ കൂടെ എന്ത് ഉപയോഗിക്കാം? സ്പ്രേ മാക്സ് ഉപയോഗിക്കാം, റാപ്പിഡ് ഉപയോഗിക്കാം, മീലാപ്പ് ഉപയോഗിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? യെസ്, മനസ്സിലായോ? മനസ്സിലായ രീതിയിലൊരു ഐഡിയ ഒന്ന്. അടുത്താണ് ഡിഫെൻഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. എത്ര പേരാണ് ഡിഫെൻഡ്? 2 പ്രൊഡക്റ്റ് ഉള്ളത്. ഡിഫെൻഡ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഡിഫെൻഡ് ചില കൃഷി സ്ഥലങ്ങളിലൊക്കെ ഫംഗസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളിൽ മൊത്തം ഫംഗസ് ഒന്ന് പോകും. അപ്പൊ ഈ ഫംഗസ് വരുന്ന ഇതിനൊക്കെ കടക്കാനായിട്ട് നല്ലത് ഏതാ? ഡിഫെൻഡ് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ്. ഫംഗസ് ബാധിക്കുക ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഡിഫെൻഡ് എന്ന് പറയുന്നത്. അത് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യാം. ഓക്കെ, ഡിഫെൻഡ്. നമ്മളുടെ ഇവിടെ സാധാരണ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഇതൊക്കെയാണ്. പിന്നെ ഹരിസഞ്ജീവിനി ഫ്രൂട്ട് സ്പെഷ്യൽ ഉണ്ട്, സോയ ഹെൽത്ത് സ്പെഷ്യൽ ഉണ്ട്. അത് മണ്ണിലേക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൊഡക്റ്റുകളാണ്. അപ്പൊ നമുക്കിത് ജാതിക്ക് ഉപയോഗിക്കാം, തെങ്ങിന് ഉപയോഗിക്കാം, അടയ്ക്കാമരത്തിന് ഉപയോഗിക്കാം, നെൽകൃഷിക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇത് ഉപയോഗിക്കുന്ന രീതികളൊക്കെ ഈ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ വീട്ടിൽ തന്നെ ആദ്യം ഹരിസഞ്ജീവിനി എവിടെ ഉപയോഗിച്ചു കൊടുക്കാം? നമ്മളുടെ വീട്ടിൽ തന്നെ ഉപയോഗിച്ചു കൊടുക്കാം. ഇപ്പൊ സാറ് ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പോയിപ്പോ അവിടെ ഒരു ശലഭാവം എന്ന് പറഞ്ഞ മേഡം ഉണ്ട്. ഇപ്പൊ 10 കാർഡ് ബോർഡിൽ ഒരു കാർഡ് ബോർഡ് ഫ്രീ കൊടുത്തു. അപ്പൊ 10 മേഡം സെയിൽ ചെയ്തു. പറഞ്ഞാൽ ഫ്രീ കിട്ടിയതല്ലേ. ആളെന്ത് ചെയ്തു? ആളുടെ വീട്ടില് 3 വഴുതനങ്ങയ്ക്ക് ഇട്ട് കൊടുത്തു. അപ്പൊ തൃശ്ശൂര് വന്നപ്പോ ആള് പറയാണ്ട് ഇപ്പൊ വഴുതനങ്ങയൊക്കെ ഭ്രാന്ത് പിടിച്ചു പോലെ വഴുതനങ്ങ ഇട്ടാവാ.
കൂടുതലുണ്ടാവുമ്പോ എന്ത് ചെയ്യും? കൂടുതലുണ്ടാവുമ്പോ അയൽക്കാർക്ക് കൊടുക്കും. അപ്പൊ അയൽക്കാരൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹം വന്ന കൂട്ടാനായിട്ട് എന്താ ചെയ്യാ? നിങ്ങൾ കാരണം കൊണ്ട് ഹരിസഞ്ജീവിനിക്ക് ഉപയോഗിച്ച് കൃഷി ചെയ്തിട്ട് അയൽക്കാർക്കൊക്കെ ഓർഗാനിക് പച്ചക്കറി കൊടുക്കുക. അപ്പൊ സ്നേഹബന്ധം കൂടില്ലേ? എന്ത് നല്ല സ്നേഹമായിരിക്കും. അപ്പൊ ആര് കൃഷി RC പഠിപ്പിക്കുന്ന എന്താ? യൂസ് ദ പ്രൊഡക്റ്റ്, ഷെയർ ദ പ്രൊഡക്റ്റ്. ആരോട് ആദ്യം ഉപയോഗിക്കേണ്ടത്? നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ ഞാനിട്ടിരിക്കുന്ന ഫുള്ളും RC ആണ്. 7 വർഷമായിട്ട് ഫുള്ളും RC തന്നെയാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ഉപയോഗിക്കുക, ഉപയോഗിച്ച് മറ്റുള്ളവരിലേക്ക് പ്രൊമോട്ട് ചെയ്യുക. ആദ്യം കാർഡ് ഗോൾഡ് വാങ്ങുക, സഞ്ജീവനി വാങ്ങുക, സ്പ്രാങ്കാക്സ് വാങ്ങുക, റാപ്പിഡ് വാങ്ങുക. തെങ്ങുള്ളവരുണ്ട്, വീട് തെങ്ങ്. അപ്പൊ ആ തെങ്ങുകാരെ തെങ്ങിന് കൊടുക്കാനാണ് നമ്മുടെ തെങ്ങ് നന്നാക്കണം. നമ്മുടെ തെങ്ങ് ജാതി എത്ര പേരുണ്ട്? അപ്പൊ ആരുടെ ജാതി നന്നാക്കണം? ഓക്കെ. അപ്പൊ എല്ലാവരും ഉപയോഗിക്കുക, സ്വന്തമായിട്ട് ഉപയോഗിച്ച് തുടങ്ങുക. ഉപയോഗിച്ച് എന്തായാലും അതിന്റെ ഫീഡ്ബാക്ക് നല്ലൊരു ഫീഡ്ബാക്ക് ആയിരിക്കുള്ളൂ. ഈ അടുത്ത ഒരു ക്ലാസ്സുകളൊക്കെ നല്ലൊരു ഫീഡ്ബാക്ക് പറയാനായിട്ട് അവസരം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു അവസരം തന്ന ഗിരീഷ് സാറിനും ദിനേഷ് സാറിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ്. ജയ് ഹരിസഞ്ജീവനി, ജയ്. എങ്ങനെയുണ്ട് മേഡം? എങ്ങനെയുണ്ട് പച്ചമുളക് ചെയ്തിട്ട്? എങ്ങനെയുണ്ട്? പിന്നെന്താ ചെയ്ത? എങ്ങനെയുണ്ട് റിസൾട്ട് പറയും? ഞാൻ തുടങ്ങിയത് നമ്മുടെ സോപ്പ് പൊടിയുടെ ഇട്ടിട്ടാണ് അത് മനസ്സിലാക്കണം നമ്മളാ. അതിനുശേഷമാണ് ഇതിട്ട് തുടങ്ങിയത്. സൂപ്പറാണ് ഇപ്പൊ, നന്നായിട്ടുണ്ട്. തക്കാളി കൃഷി ചെയ്താലുണ്ടോ? തക്കാളി ആരാണ്? കയ്യിൽ എന്താണ് റിസൾട്ട് പറയും? ഒരു ചെടിയിൽ എത്ര തക്കാളി ഉണ്ടായിട്ടുണ്ടോ? ഒരു 10-25 ഒരെണ്ണത്തിനുണ്ടായിരുന്നു. വെരി ഗുഡ്. പിന്നെ കൂടാതെ ഞാനൊരു കരിമ്പ് നട്ടിരുന്നു. വീട്ടിൽ ഇഷ്ടം പോലെ കരിമ്പ്. വെരി ഗുഡ്. അപ്പൊ എല്ലാ ചെടികൾക്കും കൊടുക്കാം. സത്യത്തിൽ പറയുന്നത് ഇത് ഒരെണ്ണത്തിന് 120 രൂപ വിലയുള്ളൂ. 120 രൂപ എന്ന് പറഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ ഫ്രീ പ്രൊഡക്റ്റും കിട്ടും. ഒരു ചെടിക്ക് 50 മുതൽ 100 ഗ്രാം ഇട്ടാൽ മതി. പറയുന്നത് ഒരു തക്കാളി ചെടി ശരിയായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതിട്ട് പരിപാലിച്ചാൽ അതിൽ നിന്ന് മിനിമം ഒരു 100 തക്കാളി കിട്ടും. 100 തക്കാളി, അതിലും കൂടുതൽ കിട്ടും. മൂർത്തി സാർ പറഞ്ഞത് 500 തക്കാളി വരെ കിട്ടും ഒരു തക്കാളി ചെടി. ശരിക്കും എനിക്ക് ഒരു അശ്വൻ സാറിന്റെ ആ തക്കാളി ചെടി എന്നൊക്കെ അത്ര കിട്ടി. രണ്ടായിട്ടും തീരുന്നില്ല. 100 തക്കാളി ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം. 1 കിലോ തക്കാളി 10 ഇട്ടോളൂ. 10 കിലോ തക്കാളി കിട്ടിയോ? 1 കിലോ തക്കാളിക്ക് 30 രൂപയാണെങ്കിൽ 10 കിലോയ്ക്കോ 300 രൂപയായോ? ശരിയല്ലേ? 60 രൂപ ഉണ്ട് അല്ലേ? വെരി ഗുഡ്. അപ്പോ വീണ്ടും വില കൂടി. അങ്ങനെയാണെങ്കിൽ ഒരു പാക്കറ്റ് നമുക്ക് 20 ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ വില എത്രയാ? 120 രൂപ. എത്ര സിമ്പിളായിട്ട് വിഷരഹിതമല്ലാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ വിഷരഹിതമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധന ഇലക്കറികളൊക്കെ നമ്മൾ കഴിച്ച് ക്യാൻസർ പോലെയുള്ള ഒരുപാട് അസുഖങ്ങൾ നമുക്കുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് അതിനൊരു പ്രതിവിധിയായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാം. വളരെ മടിയുള്ള ആളുകൾക്ക് പോലും വീട്ടിലേക്കുള്ള പച്ചക്കറികൾ ഇതിലൂടെ വിളയിച്ചെടുക്കുക. ഇനി നിങ്ങളുടെ വീട്ടിൽ റംബുട്ടാനുണ്ട്, ജാതിയുണ്ട്, വാഴയുണ്ട്, അതേപോലെ തന്നെ എന്തൊക്കെ കൃഷിയുണ്ടോ അതിനൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പൊ ഞാൻ എൻ്റെ ജാതി തൈകൾക്ക് ഇട്ടിട്ട് ഇതല്ല, മറ്റുള്ള സാറ് പറയും അതിട്ടതിന് ശേഷം എൻ്റെ ജാതി തൈകൾ നിൽക്കുന്നത് എൻ്റെ അടുത്തുള്ള പറമ്പിലൊന്നും ജാതി തന്നിട്ടില്ല. അപ്പൊ അവര് ചോദിച്ചു ഗിരീഷ് എന്തട്ടെ ജാതി തൈകൾക്ക്? അപ്പൊ ആ ചേച്ചി പറഞ്ഞു എനിക്ക് പോകാൻ സമയമില്ല, നമ്മുടെ അടുത്തുള്ള ചേച്ചിനെ ഏൽപ്പിച്ചേക്കാം, ആള് പറക്കും, പകുതി പൈസ എനിക്ക് തരും, പകുതി പൈസ ആളെടുക്കും. നോക്കാനും പറയാനും ഞാൻ കണക്ക് പോലും നോക്കാറില്ല. ആള് ഞാൻ ഈ പ്രാവശ്യം പറഞ്ഞു ഗിരീഷ് ഇതാണ് വിറ്റേണ്ട കണക്ക്, എനിക്കതൊന്നും കാണിച്ചില്ല. ചേച്ചിയുടെ വിശ്വാസമാണ്, പൈസ ഉള്ളതാണ്. കാരണം എന്താണ്, നമുക്ക് ആർസ്യമാണ് വലുത്, ശരിയല്ലേ? അതിന് സമയമില്ല. അപ്പൊ ആള് ചോദിച്ചു, അടുത്തുള്ള ഒരു പറമ്പുകാര് ചോദിച്ചു ഗിരീഷ് എന്താണ്, അത് അവർക്ക് വേണം. സത്യത്തിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പോകാൻ പോലും സമയം കിട്ടിയിട്ടില്ല. അപ്പൊ അതേപോലെ ഇപ്പൊ ഞാൻ ഇന്നലെ വാഴക്ക് എൻ്റെ റംബുട്ടാന് ഞാൻ ഹരിസഞ്ജീവനി എണ്ണ കണ്ടപ്പോൾ എൻ്റെ ചേച്ചി വാഴ വെച്ചു. ചേച്ചി പറഞ്ഞു ഗിരീഷ് എനിക്ക് വാഴയ്ക്ക് ഹരിസഞ്ജീവനി കൊടുക്കണം. അപ്പൊ ഇന്നലെ ആളെ തപ്പണം ചെയ്യും. അപ്പൊ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയെ രക്ഷിക്കാം, കർഷകരെ രക്ഷിക്കാം, അതേപോലെ തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ ഹരിതസഞ്ജീവനെ കുറിച്ച്
പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ലീഡറാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ദിബേഷ് സാർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കത് പറഞ്ഞു തരും തന്നെ. ചെടികൾക്കും ഗാർഡനുകളും കുറച്ചെടുത്തിട്ട് എല്ലാ ചെടികളും കടക്കെ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ റിയലി വണ്ടർഫുൾ. അതായത് വേപ്പൊക്കെ ഉണ്ടെങ്കിൽ വേപ്പിന് പ്രാന്തി പിടിച്ചുകൊണ്ടാണ് വളരുന്നത്. അത്ര രീതിയിൽ ആർത്ത് വളരും. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിൽ ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്തതിന് ശേഷം അയൽവക്കക്കാർക്കും നാട്ടുകാർക്കും മുഴുവനും കൊടുക്കാം. നമ്മളൊരു ഫുഡ് കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് വരണമെങ്കിൽ കുറെ ദിവസം നാളെ കാത്തിരിക്കും അല്ലെ. ഒരു ന്യൂട്രിചാർജ് ഹ്യൂമൻ ടാബ്ലറ്റ്സ് ഒരു വ്യക്തി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 മാസങ്ങളോളം കാത്തിരിക്കണമെങ്കിൽ ഗാർഡൻ ഗോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ അതിന്റെ സഡൻ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഗാർഡൻ ഗോൾഡ് എല്ലാവരും പ്രൊമോട്ട് ചെയ്യില്ലേ മാക്സിമം.